ചേരിപ്പോരിൽ വലഞ്ഞ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ജനറൽ ബോഡിയിൽ നാടകീയ രംഗങ്ങളാണ്. വിമർശനങ്ങൾ ഉയർന്നതോടെ സ്റ്റേജിൽ കയറി രാജി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ശ്വേതാ മേനോൻ. മറ്റംഗങ്ങൾ ശ്വേതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. നേതൃത്വം മാറണമെന്ന ആവശ്യമുയർത്തി മുൻ ജനറൽ സെക്രട്ടറി ബാബുരാജ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. കണക്കുകൾ തെറ്റിയ വാർഷിക റിപ്പോർട്ട് പാസാക്കാൻ സമ്മതിക്കാതെ ഒരു വിഭാഗം കടുത്ത നിലപാടെടുത്തു. ഇതോടെയാണ് ശ്വേതയും കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത്. വിപിൻ, അവിടെ നടക്കുന്ന എന്താണ്? ശ്വേതാ മേനോൻ മാറണമെന്നാണ് ഭൂരിപക്ഷത്തിന്റെ താല്പര്യമെങ്കിൽ രാജി പ്രഖ്യാപിക്കുമ്പോൾ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? എന്താ സംഭവിക്കുന്നത് അവിടെ? അഷ്മി, ക്രിസ്റ്റീന പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്മയുടെ ജനറൽ ബോഡി യോഗം കൂടുതൽ കലുഷിതമാവുകയാണ്. നാടകീയ രംഗങ്ങൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അമ്മയുടെ ഇപ്പോൾ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ താൻ രാജി വയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ആ തീരുമാനം, അത് വേദനയോട് കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ള രീതിക്ക് അവർ സ്റ്റേജിൽ കയറി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ അവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രാജിയല്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടായ ഒരു ചർച്ചയാണ് വേണ്ടത് എന്നുള്ള രീതിക്ക് സംസാരിക്കുകയും അങ്ങനെ ഒരു അനുനയ നീക്കത്തിന് ശേഷം ഇപ്പോൾ ശ്വേതാ മേനോൻ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണക്കുകളെ സംബന്ധിച്ചാണ് അഷ്മി ഇപ്പോഴും ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളത് ഈ അംഗങ്ങളൊക്കെ തന്നെ പറയുന്നത്. വാർഷിക റിപ്പോർട്ടും കണക്കുകൾ അവതരിപ്പിക്കുന്നതിലും തന്നെ പൂർണ്ണമായും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവ്യക്തത വെച്ചുകൊണ്ട് തന്നെ ഈ വാർഷിക റിപ്പോർട്ട് അംഗീകരിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളത് സിദ്ദിഖും ബാബുരാജും സ്റ്റാൻഡ് എടുക്കുന്നു. ഒപ്പം തന്നെ ഇടവേള ബാബുവും ഈ ഒരു കണക്കുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാൽ മെയ് 12-ാം തീയതി മുതൽ കുറ്റാരോപിതനായി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ട്രഷറർ ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഈ കണക്കുകളിൽ ചെറിയ രീതിയിലും ഒരു അവ്യക്തത വന്നത്. അതുകൊണ്ട് ഇനി 45 ദിവസം കൂടി തനിക്ക് അനുവദിക്കണം. ഇതിലേതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി 45 ദിവസങ്ങളെങ്കിലും അനുവദിക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡ് ഇപ്പോൾ ശ്വേതാ മേനോൻ എടുത്തിരിക്കുന്നു. ഇതിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അത്തരത്തിൽ അത് നൽകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഈ അംഗങ്ങൾക്കിടയിൽ വരേണ്ടത്. കാരണം ഒരു അവിശ്വാസ പ്രമേയം രാവിലെ തന്നെ കൊണ്ടുവന്നിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ സിദ്ദിഖും ബാബുരാജും ഉൾപ്പെടെയുള്ള, ബാബുരാജാണ് അത് അവതരിപ്പിച്ചത്. അതിനുശേഷം സിദ്ദിഖ് അതിനെ അനുകൂലിക്കുകയും ചെയ്തു. ഈ ഒരു അവിശ്വാസ പ്രമേയത്തിൽ പറയുന്നത് അമ്മയുടെ യശസ്സിന് അതിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളും തർക്കങ്ങളും അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ നേതൃത്വത്തിന് കഴിയാതെ പോയി. അപ്പോൾ ഇത്തരത്തിലൊരു കളങ്കം വരുത്തിയ ഒരു സ്ഥിതിക്ക് ഈ നേതൃത്വം തന്നെ മാറുകയാണ് എത്രയും വേഗം വേണ്ടത് എന്നുള്ളതാണ്. ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ 21 ദിവസങ്ങൾക്ക് മുൻപ് അത്തരത്തിലൊരു കത്ത് കൊടുക്കുകയും ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വിവരം നൽകുകയും വേണം. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 1/3 അംഗങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിലാണ് ചർച്ച. ഒരു പക്ഷേ ഇനി വൈകിട്ടാവുന്നതോടുകൂടി അതൊരു വോട്ടിങ്ങിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യതയാണ്. ഇപ്പോൾ അനുകൂലിക്കുന്നവർ കൈപൊക്കണം, അല്ലെങ്കിൽ ഈ കണക്കുകളെ സംബന്ധിച്ചിട്ടുള്ളതിൽ അനുകൂലിക്കുന്നവർ കൈപൊക്കണം എന്നൊക്കെയുള്ള നിലയ്ക്കാണ് ഇപ്പോൾ വോക്കലായിട്ട് അതൊരു സംസാരമായി നിൽക്കുന്നത്. അതൊരു വോട്ടിങ്ങിലേക്ക് പോകുമോ എന്നുള്ളത് കൂടിയാണ് പ്രധാനം. ഇത് വളരെ വൈകാരികമായിട്ടാണ് മലയാളത്തിൻ്റെ മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ളത്. അമ്മ എന്നുള്ള സംഘടനയെ തകർക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളാണ് വേണ്ടത്. അത് ആ രീതിക്ക് തന്നെ എല്ലാവരും ഒരുമിച്ച് തർക്കങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. താൻ പക്ഷം പിടിക്കാനില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഈ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ പണപ്പിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തന്നെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമം ഉണ്ടാവുന്നു എന്നുള്ളത് അധ്യക്ഷ ശ്വേതാ മേനോൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കോൺഗ്രസിനോ BJPക്കോ വേണ്ടി താൻ നിന്നിട്ടില്ല. ഒരുമിച്ചുള്ള അമ്മയുടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി മാത്രമേ താൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യത്തിലോ ഒരു തീരുമാനത്തിലോ താൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്വേത പറയുന്നുണ്ട്. ഇപ്പോൾ 45 ദിവസത്തെ ഒരു അവധി, അല്ലെങ്കിൽ അത്ര ദിവസം കൂടി തനിക്ക് നൽകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അംഗങ്ങൾക്ക് മുൻപിൽ. കൂട്ടായിട്ടുള്ള ജനറൽ ബോഡി ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളതിലാണ് ആ വിഷയം അതുപോലെ തന്നെ നിൽക്കുന്നത്. ഒരു വിഭാഗം ഇപ്പോഴും ഒരു കടുത്ത ഒരു നിലപാട് എന്നുള്ള നിലയ്ക്ക് ഇനിയും ഇവരുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രത്തോളം കളങ്കപ്പെട്ടിരിക്കുന്നു അമ്മ എന്നുള്ളതും പറയുന്നു. എന്തായിരിക്കും ഒരു തീരുമാനം എന്നുള്ളതാണ് ഇനി ഏറ്റവും അവസാനമായി. തികച്ചും വ്യക്തിപരമെന്ന് തോന്നിപ്പിച്ച ചില കാര്യങ്ങളിൽ നിന്നാണ് ഇതിന്റെയൊക്കെ തുടക്കം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഇതിൽ കണക്കുകളിലാണോ ശരിക്കും പ്രശ്നം ഇരിക്കുന്നത്, അതോ മറ്റ് കാര്യങ്ങളാണോ അമ്മയെ ഇപ്പോൾ വലയ്ക്കുന്നതെന്നൊരു പ്രശ്നം. ഉണ്ണി ശിവപാൽ ട്രഷററാണ്, കുറെ നാളുകളായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായി ഒരാളെ കൃത്യമായി വെച്ച്, അത് അറിയുന്ന ഒരാളെ വെച്ച് കണക്ക് ശരിയാക്കുക എന്നുള്ളത് ചെയ്യാവുന്ന കാര്യമായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളിലും ഒരു അവ്യക്തതയുണ്ട്. എന്തിനാണ് ശരിക്കും ഈ തർക്കം, അല്ലെങ്കിൽ ഈ അവിശ്വാസ പ്രമേയം ശരിക്കും എന്തിനാണ് എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയല്ല. അപ്പോൾ തീർച്ചയായും അതിൽ 2 വിഭാഗമുണ്ട്, 2ലേറെ വിഭാഗം ഉണ്ടാകാം. ആ വിഭാഗം അവിടെ സ്ട്രോങ് ആയി ചില കാര്യങ്ങൾ പറയുന്നു.
ക്രിസ്റ്റീന, ഈ അംഗങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ചേരിപ്പോരിലേക്കും ഗ്രൂപ്പിസത്തിലേക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കണക്കുകൾ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുൻപെങ്കിലും അംഗങ്ങൾക്ക് നൽകുകയും അവരത് പഠിച്ചതിന് ശേഷം അതിന്മേലുള്ള ഒരു ചർച്ച, അത് കൈയടിച്ച് പാസാക്കൽ, ഇതൊക്കെയായിരുന്നു ഒരു സ്വാഭാവിക നടപടിയായി ഉണ്ടാകേണ്ടത്. പക്ഷേ അംഗങ്ങൾ ഇന്ന് മാത്രമാണ് ഈ കണക്ക് കാണുന്നത്, അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അവ്യക്തതയുണ്ട്. ഇതൊരു കാരണവശാലും ഇത് അംഗീകരിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള സ്റ്റാൻഡ് മുതിർന്ന നടന്മാർ തന്നെ എടുക്കുന്നു, മുതിർന്ന അംഗങ്ങൾ തന്നെ എടുക്കുന്നു. പക്ഷേ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് പൊതുവെ ഒരു നിലപാടായിട്ട് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കൂടുതൽ പേർ ആ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിടുകയും അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകളായതുകൊണ്ട് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും ആ രീതിക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ തങ്ങളെ ഇതിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ മാറണമെങ്കിൽ താൻ മാറാൻ തയ്യാറാണ് എന്നുള്ള ആ രീതിക്കാണ് അതൊരു രാജ്യസന്നദ്ധതയായി മാറുന്നത്, അല്ലെങ്കിൽ താൻ റിസൈൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ശ്വേത പറഞ്ഞത്. അവിടെ ഒരു അനുനയ നീക്കം ഉണ്ടാവുകയായിരുന്നു. ഇതിനു മുൻപും ട്രഷറർ ഇല്ലാതെ തന്നെ ഈ വാർഷിക റിപ്പോർട്ടും അല്ലെങ്കിൽ കണക്കുകളും വന്നിട്ടുണ്ട്. പക്ഷെ അന്നില്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ ചിലർക്കൊക്കെ തോന്നുകയാണ്. ചിലർ അതുമാത്രം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ്. അമ്മയ്ക്കിടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാതാവുന്നു എന്നുള്ളത് കൂടി ശ്വേത പറഞ്ഞിരിക്കുകയാണ്. ഇല്ലാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.